ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും ഷാലോമിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ദൈവം ഈ കൃപ നൽകുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഞാൻ ഇന്നത്തെ റെക്കോർഡിങ്ങിന് വരുന്നത് ഞങ്ങളുടെ ദൈവവിളി ക്യാമ്പിൻ്റെ നടുവിൽ നിന്നാണ്. തൃശ്ശൂർ അതിരൂപതയിലെ വൈദികരാകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ അവസാനത്തെ സെലക്ഷൻ ക്യാമ്പ് ഇന്ന് രാവിലെ ആരംഭിച്ചു. രാവിലത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ എന്നെ കാണാൻ വന്നു. അവർക്ക് നിർബന്ധമായിട്ടും എന്നോട് സംസാരിക്കണം. റെക്ടറച്ചൻ അവരോട് പറഞ്ഞു, പിതാവിന് നല്ല തിരക്കുള്ള ദിവസമാണ്, ഇന്ന് പിതാവിന് ശല്യം ചെയ്യരുത്. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണണം. ഞാൻ 2 പേരെയും ഒറ്റയ്ക്കാണ് കണ്ടത്. 2 പേരുടെയും പ്രശ്നങ്ങൾക്ക് സമാനതയുണ്ട്. അതിൽ മൂത്തവൻ +2 കഴിഞ്ഞവനാണ്. അവനെന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛനാകാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ദൈവവിളി ധ്യാനത്തിൽ കൂടി ഇപ്പൊ സെലക്ഷൻ ക്യാമ്പിന് വന്നിരിക്കുകയാണ്. ഈ സെലക്ഷൻ ക്യാമ്പിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏറ്റവും വലിയ ചിന്ത, എന്നിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന പൗരോഹിത്യം എന്നെ കൊണ്ട് പ്രായോഗികമാക്കാൻ കഴിയുമോ? എൻ്റെ മനസ്സിൽ ഭയപ്പാടുകളാണ്, എൻ്റെ മനസ്സിലെ ഒരുപാട് അസ്വസ്ഥതകളാണ്. ഞാൻ എന്താണ് തീരുമാനമെടുക്കണ്ടേ? രണ്ടാമത്തെ കൊച്ചനും ഇതേ ഒരു ബുദ്ധിമുട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളൂ. അവന് മിക്കവാറും 8 വിഷയങ്ങളിലെ A+ കിട്ടിയിട്ടുണ്ട്. അവൻ അച്ഛനാകണം, നിർബന്ധമായിട്ട് അവൻ അച്ഛനാകണം. പക്ഷെ ഒരു ബ്രഹ്മചാരിയായി ജീവിച്ചുകൊണ്ട് ഒരു പുരോഹിതനാകാൻ കഴിയുമോ? ഈ 2 കുഞ്ഞുങ്ങളുടെയും അനുഭവം എനിക്ക് തോന്നുന്ന അവരുടെ മാത്രം അനുഭവമല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും അനുഭവമാണ്. നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട് ഈ ലോകത്തിൽ? ഏറ്റവും കുഴപ്പം പിടിച്ച മദ്യപാനിയായ ഭർത്താവ് പോലും സുബോധം വന്ന് രാവിലെ ആദ്യം ഭാര്യയുടെ കരം പിടിച്ച് നൽകുന്ന ഒരു പ്രതിജ്ഞ എന്താണെന്നറിയാമോ? ഇന്നലത്തെ നീ മറന്നേക്കുക, നാളെ ഒരു കുഴപ്പമുണ്ടാകില്ല, ഞാൻ ഇന്നലെ ഇത്തിരി കൂടിപ്പോയി, ഞാൻ ഇന്നത്തോട് ഇതൊക്കെ അവസാനിപ്പിച്ചു. പക്ഷെ നമുക്കറിയാം, ഈ മനുഷ്യൻ രാത്രിയാകുമ്പോൾ വീണ്ടും കുഴപ്പമായിട്ടാണ് വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിസന്ധി. ഈ പ്രതിസന്ധി നമ്മുടെ മാത്രം ഒരു പ്രതിസന്ധിയല്ല മക്കളെ. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ മംഗളവാർത്തയെ സംബന്ധിച്ചുള്ള സുവിശേഷ ഭാഗം 39 തുടങ്ങി 45 വരെയുള്ള തിരുവചനങ്ങൾ മറിയത്തോട് പറഞ്ഞു, നീ അനുഗ്രഹീതയാണ്, നിനക്ക് കൃപ കണ്ടെത്തിയിരിക്കുന്നു, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. മറിയം ആദ്യം നടത്തുന്ന വികാരപ്രകടനം എന്താണെന്നറിയാം? അസ്വസ്ഥതയാണ്. മറിയം ഭയപ്പെടുകയാണ്. മറിയം ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹമുള്ളവരെ, മറിയത്തിനോട് മാലാഖ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. നീ ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്തുന്നതിന്റെ ശക്തി നിന്റെ മേലും നിറയും, നീ ഗർഭം ധരിക്കാൻ പോകുന്ന ശിശു ദൈവത്തിന്റെ കുഞ്ഞാണ്. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുന്നത്
ക്രൈസ്തവനാകാനുള്ള വിളി എന്ന് പറയുന്നത് മംഗളവാർത്തയാണ്. ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് മംഗളവാർത്തയാണ്. മംഗളവാർത്ത മറിയത്തിന് മാത്രം നൽകപ്പെട്ട ഒരു സദ്വാർത്തയല്ല. ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ ഗർഭം ധരിക്കാനാണ്. ക്രിസ്ത്യാനി എന്ന പ്രയോഗത്തിന്റെ നിർവചനം, അതിന്റെ ഉള്ളർത്ഥം എന്താണ്? ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നവൻ. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ ഗർഭം ധരിക്കാനുള്ളവനാണ്. അപ്പസ്തോലനായ പൗലോസ് അതുകൊണ്ടല്ലേ പറഞ്ഞ്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുവോളം ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് ക്രിസ്താനുകരണമാണ്. യേശുവിനെ അനുകരിക്കുക. ഇത് എളുപ്പമല്ല. ഇത് ധാരാളം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. ഇത് ഭയപ്പാടുകളും അസ്വസ്ഥതകളും ഒക്കെ നിറഞ്ഞ ഒരു ദൗത്യമാണ്. ഒരു ക്രിസ്ത്യാനിയാകുക എളുപ്പമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിലേ അല്ലെന്ന് തിരിച്ചറിയാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എളുപ്പമാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് ഭയപ്പാടുകൾ ഉണ്ടാക്കുന്നതാണ്, അത് അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ്, അത് അസാധ്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് സാധ്യതകൾ തുറക്കുന്നത്, നീ അസ്വസ്ഥചിത്തയാകേണ്ട, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറയും, അത്തുന്നതിന്റെ ശക്തി നിനക്ക് നൽകപ്പെടും. 2 ആഴ്ചകൾക്ക് മുൻപ് ഒരു സഹോദരൻ തൃശ്ശൂർ അതിരൂപതയുടെ വളരെ വളരെ ചെറിയൊരു കുഗ്രാമത്തിൽ തന്നെ കാണാൻ വന്നിരുന്നു. ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ വിരാജിച്ചിരുന്നവരാണ്. നല്ല ജോലി ഉണ്ടായിരുന്നു, അഭ്യസ്ത വിദ്യനാണ്. അദ്ദേഹം രാഷ്ട്രീയമായിട്ട് വളരെ സ്വാധീനമുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വഴിയിലെവിടെ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം ധ്യാനം കൂടി ക്രിസ്തുവിനെ കണ്ടുമുട്ടി. ഈ ഒരു വലിയ സന്തോഷവുമായിട്ട് അദ്ദേഹം ജീവിതം ആരംഭിച്ചു. ധ്യാന കേന്ദ്രത്തിൽ നിന്ന് മടങ്ങുമ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് സന്തോഷിച്ചു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ക്രിസ്തുവിനെ എനിക്ക് കിട്ടി എന്നുള്ള വലിയ സന്തോഷവുമായിട്ട് അദ്ദേഹം മാനസാന്തരത്തിന്റെ ജീവിതം ആരംഭിച്ചതാണ്. ഇന്ന് അദ്ദേഹം സങ്കടങ്ങളുടെ നടുക്കടലിലാണ്. അവിടെയാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ ജീവിതത്തിലെ കണ്ടുമുട്ടി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുന്ന വിധത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം തന്നെ എനിക്ക് പ്രതിസന്ധികളാണ്. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം തന്നെ എനിക്ക് വൈതരണികളാണ്. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം തന്നെ എനിക്ക് വാതിലുകൾ അടയ്ക്കപ്പെടുന്നു. ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പിതാവിന്റെ രൂപം എൻ്റെ മനസ്സിൽ തമ്പുരാൻ കാണിച്ചു തന്നു. ഞാൻ അതുകൊണ്ടാണ് പിതാവിനെ കാണാൻ വന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ശാന്തമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ സന്തോഷം അനുഭവിച്ചു, സമാധാനം കിട്ടി എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്താ നീ ഉദ്ദേശിച്ചത്? എന്താണ് അതുകൊണ്ട് നീ അർത്ഥമാക്കുന്നത്? അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാണ്. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ മകനെ, ക്രിസ്തു നിന്റെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിലേ, ക്രിസ്തു നിന്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് തീരണമെങ്കിലേ നീ ക്രിസ്തുവിനെ കീഴടങ്ങാൻ പഠിക്കണം. മറിയം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. നിന്റെ മുൻപിലുള്ള എല്ലാ പ്രതിസന്ധികളും കർത്താവിന്റെ തിരുവിഷ്ടത്തിന് വേണ്ടി കീഴടങ്ങാൻ ദൈവം ഒരുക്കുന്ന ബലിപീഠമാണെന്ന് നീ എന്ന് തിരിച്ചറിയുമോ, അന്നാണ് ക്രിസ്തു നിനക്ക് സമാധാനത്തിന് കാരണമാകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 49-ാമത്തെ തിരുവചനം,
യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയ ഉപദേശമാണ്. അതിപ്രകാരമാണ്: ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം, നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കണം. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണത്. നിങ്ങൾ ജെറൂസലേമിൽ നിന്ന് പോകരുത്. നിങ്ങൾ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട ശേഷം മാത്രമാണ് ശിഷ്യൻ സ്ലീഹയാകുന്നത്. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വിളി ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. ശിഷ്യത്വത്തിലേക്കുള്ള വിളി പൂർണ്ണമാകുന്നത് അത് സ്ലീഹാത്വത്തിലേക്കുള്ള വിളിയിലാണ്. ശിഷ്യൻ സ്ലീഹയാകുന്നത് ആത്മാവിന്റെ നിറവിലാണ്. നിങ്ങൾ പലപ്പോഴും ധരിച്ചു വയ്ക്കുന്ന ഒരു കുഴപ്പം പിടിച്ച ഒരു തെറ്റിദ്ധാരണയുണ്ട്. വൈദികർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവ് ലഭിക്കപ്പെട്ടിരിക്കുന്നത്, സമർപ്പിതർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവ് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, ഓരോ ക്രൈസ്തവനും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ശിഷ്യത്വം ക്രൈസ്തവ സ്ലീഹാത്വത്തിലേക്ക് ഫലം ചൂടുന്നത്. നടപടിയുടെ പുസ്തകത്തിൽ നിന്ന് 1-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. പ്രസ്തുത എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തെ കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, നിങ്ങളാകട്ടെ അധിക ദിവസങ്ങൾക്കകം പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയുള്ള കൊതി നിറഞ്ഞ ഒരു കാത്തിരിപ്പ്, അത് ആവശ്യത്തിന് സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് പലർക്കും ശിഷ്യത്വത്തിൽ നിന്ന് സ്ലീഹാത്വത്തിലേക്ക് വളരാൻ സാധിക്കുന്നില്ല. ശിഷ്യത്വത്തിൽ നിന്ന് സ്ലീഹാത്വം എന്താണ്? ശിഷ്യത്വവും സ്ലീഹാത്വവും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വളർച്ചയുടെ വ്യത്യാസം. ശിഷ്യത്വം ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള വിളിയാണെങ്കിൽ സ്ലീഹാത്വം ക്രിസ്തുവിനെ കൊടുക്കാനുള്ള വിളിയാണ്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോഴും എന്നിലൂടെ ക്രിസ്തു ഈ ലോകത്തിന് നൽകപ്പെടുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് സ്ലീഹാ ദൗത്യം. അതാണ് അപ്പസ്തോലന്മാർ ഏറ്റെടുക്കുന്നത്. നടപടിയുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ പന്തക്കുസ്തായുടെ ദിവസം തികഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവരിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോന്ന് വന്ന് ഓരോരുത്തരുടെ മേലിരുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പിന്നെ മീൻ പിടിക്കാൻ പോയ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ചങ്കൂറ്റത്തോടു കൂടെ റോമക്കാരുടെ മുമ്പിലെ പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിക്കപ്പെട്ട കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷ. അതിനപ്പുറത്ത് ഒരു രക്ഷ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അവൻ മാത്രമാണ് രക്ഷകൻ. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതം സാധ്യമാകണമെങ്കിൽ ആത്മാവിൻ്റെ നിറവുണ്ടാകണം, ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇത് മറിയത്തോട് മാത്രമുള്ള ഒരു കാര്യമല്ല, നമ്മളുടെ എല്ലാവരോടുള്ള ഒരു കാര്യമാണ്. ഞാനും നിങ്ങളും ക്രൈസ്തവ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കരം താങ്ങലുണ്ട്, ഒരു കൈത്താങ്ങുണ്ട്. അതാണ് ആത്മാവ്. ധാരാളം പേര് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ ക്രൈസ്തവ ജീവിതം അസാധ്യമാണെന്ന് കരുതുന്നവരുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാൻ ആഗ്രഹമുള്ളത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി തുറക്കുക.
പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നിങ്ങളിൽ പുതിയ പന്തക്കുസ്ത സംജാതമാകും. നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെട്ട് ജ്വലിക്കുന്നവരായി സുവിശേഷത്തിന് സാക്ഷികളാകാൻ സാധിക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം, ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ വരദാനങ്ങളും അവന് നൽകപ്പെടുന്നത് ആത്മാവിന്റെ അഭിഷേകം മൂലമാണ്. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ അന്വേഷിച്ച് നടക്കുന്ന എല്ലാം അവിടെയുണ്ട്. സമാധാനമില്ലാത്തവര്, സൗമ്യതയില്ലാത്തവര്, യാതൊരു നിയന്ത്രണവും ജീവിതത്തിലില്ലാത്തവര്, അല്പം പോലും ദയ കാണിക്കാൻ സമ്മതിക്കാത്തവര്, ക്ഷമയില്ലാത്തവര്, എന്റെയൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ക്രൈസ്തവ സാക്ഷ്യത്തെ അസാധ്യമാക്കുന്ന മേഖലകളാണ് ഇതൊക്കെ. ഈ മേഖലകളിലെ ഈ അസാധ്യതകൾ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകളാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ഞാൻ കഴിഞ്ഞ കൊല്ലം ജൂലൈ മാസത്തിലെ ഗൾഫിൽ പോയപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത്, വളരെ ധനാഢ്യനായിട്ടുള്ളൊരു സുഹൃത്ത്, ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിതാവിനെല്ലാം കുറെ കാശുണ്ട്. ഞാൻ പറഞ്ഞെല്ലാം ഒന്നുമില്ല, പിതാവ് പേടിക്കണ്ട, എന്തൊക്കെ വേണോ അതൊക്കെ പിതാവ് എടുത്തോ, എൻ്റെ ബാങ്ക് കാർഡാണിത്. എനിക്ക് വലിയ പ്രലോഭനം, എന്നെ ഏതൊക്കെ എടുക്കണ്ട, സ്വർണം എടുക്കണോ, ജൗളി എടുക്കണോ, ചെരുപ്പ് എടുക്കണോ? ദൈവമേ, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല, അവിടെ എല്ലാം ഉണ്ട്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, പിതാവ് ഒന്നും പേടിക്കണ്ട, പിതാവ് എന്ത് വേണമെങ്കിൽ എടുത്തോ, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പണം എൻ്റെ ബാങ്ക് കാർഡിലുണ്ട്, പിതാവ് എല്ലാം എടുത്താലും അതിൽ നിന്നൊക്കെ ഇത് പോയാൽ എനിക്ക് ഇനിയും പണമുണ്ട്. സത്യം പറഞ്ഞാലേ പരിശുദ്ധാത്മാവിൻ്റെ ബാങ്ക് കാർഡ് നൽകപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. പരിശുദ്ധാത്മാവിൻ്റെ സൂപ്പർ മാർക്കറ്റാണ് ഈ വരദാന ഫലങ്ങൾ. നിങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് സ്നേഹം ആവശ്യമുണ്ടോ? ധൈര്യമായിട്ട് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്കത് സംലപ്തമായി കഴിഞ്ഞു. ചിലപ്പോഴൊക്കെ എൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ എന്നോട് പറയാറുണ്ട്, കുട്ടിക്ക് പരീക്ഷയാണ് പിതാവേ, പഠിച്ചിട്ട് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. പിതാവ് ഒന്ന് തലയെ തൊട്ട് കൈവച്ച് പ്രാർത്ഥിച്ചാലേ അവൻ ഓർമ്മയുടെ കൃപ കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭാര്യയും ഭർത്താവിനോട് ഞാൻ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യാനികളാണോ? അതെ. നിങ്ങൾക്ക് മാമോദീസ കിട്ടിയിട്ടുണ്ടോ? ഉവ്വ്. നിങ്ങൾക്ക് സ്ഥൈര്യലേപനം കിട്ടിയിട്ടുണ്ടോ? ഉവ്വ്. നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഉവ്വ്. എന്നാ നിങ്ങൾക്ക് ആത്മാവ് ലഭിക്കപ്പെട്ടവരാ. സ്ഥൈര്യലേപനം എന്ന കൂദാശയിൽ നിങ്ങൾ ആത്മാവിന്റെ നിറവ് വാങ്ങിച്ചവരാ. നിങ്ങളുടെ കുഞ്ഞിന്റെ തലയിൽ കരം വെച്ചിട്ട്, കർത്താവെ, ഓർമ്മയുടെ വരദാനം എൻ്റെ കുഞ്ഞിന് കൊടുക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാലേ ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ ഓർമ്മയുടെ കൃപാവരം കൊണ്ട് അഭിഷേകിക്കുമെന്ന്, അതാണ് എൻ്റെ വാഗ്ദാനമായ ആത്മാവ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ദ ഓൺലി പ്രോമിസ്, ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. ദ ഓൺലി പ്രോമിസ്. ഈ ലോകത്തിൽ ആനന്ദം കിട്ടാൻ വേണ്ടി കള്ളു കുടിച്ച് തലകുത്തി നിൽക്കുന്ന എന്തുമാത്രം മനുഷ്യരാ ഉള്ളത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ബീവറേജസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുക. കാരണം ഇന്നലെ രാത്രി കഴിച്ച ആനന്ദം ഒറ്റ ദിവസം കൊണ്ട് അവസാനിച്ചു. വീണ്ടും ആനന്ദം, അവസാനിക്കാത്ത ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പന്തക്കുസ്തായുടെ ദിവസം അപ്പസ്തോലന്മാർക്ക് നൽകപ്പെട്ട അതേ ആത്മാവ്, മംഗളവാർത്ത ദിവസത്തിലെ മറിയത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട അതേ ആത്മാവ് ഓരോ ക്രൈസ്തവനും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി ശിരസ്സുകള്
കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി വണക്കമായി പിടിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണേ. മറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് എത്രയോ സത്യമാണ്. നീ ഭയപ്പെടേണ്ട, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. നിനക്ക് ആത്മാവ് നൽകപ്പെടും, അത്യുന്നതന്റെ ശക്തി നില ആവസിക്കും. നീ ഗർഭം ധരിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞിനെയാണ്. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നിന്നെ ഗർഭം ധരിക്കാനാണ്. ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലെ, കുടുംബങ്ങളിലെ, സമൂഹങ്ങളിലെ നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിന്റെ സാന്നിധ്യം ഈ ലോകത്തിലെ കൊടുത്തു തീർക്കാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ കർത്താവേ. ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിന് ആധികാരികത നൽകാൻ നിന്റെ ആത്മാവിനെ നീ വർഷിക്കണേ. നിന്റെ ആത്മാവ് കൊണ്ട് ഞങ്ങൾ ലോകം മുഴുവൻ നിന്റെ സുവിശേഷം, നിന്റെ സാന്നിധ്യത്തിന്റെ സുവിശേഷം, നിന്റെ സാന്നിധ്യത്തിന്റെ സൗരഭ്യം എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങളെ കഴിവുള്ളവരാക്കണേ. നിന്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുക്കണേ. ഇവിടെ ആവശ്യതകൾ പരിഹരിക്കണേ. ആമേൻ.